CPIM എറണാകുളം ജില്ലാ സമ്മേളന സെമിനാർ ബ്ലൂ എക്കണോമിക് തീരദേശത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ പ്രതിസന്ധികൾ എന്ന വിഷയത്തെക്കുറിച്ച് ഞാറക്കൽ SN ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. സെമിനാറിൽ AP പ്രീതിൽ സ്വാഗതം പറഞ്ഞു. മുൻ മന്ത്രിയും മുൻ MLAയുമായിരുന്ന സഖാവ് S. ശർമ്മ അധ്യക്ഷത വഹിച്ചു. മുൻ ധനകാര്യമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ TM തോമസ് ഐസക് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ KS പുരുഷൻ സെമിനാറിനെക്കുറിച്ച് വിഷയാവതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് MV ഷൈനി, KS അരുൺകുമാർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. PD ലൈജു നന്ദിയും പറഞ്ഞു. നമ്മുടെ വിഷയം തീരദേശത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ പ്രതിസന്ധികളെ കുറിച്ചുള്ളതാണ്. നമ്മുടെ തീരദേശത്ത് കഴിഞ്ഞ 2 ദശകത്തിനിടയിൽ വലിയ സാമൂഹ്യ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പഴയ തീരമല്ല ഇന്നത്തെ തീരം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പെടുത്തു അങ്ങനത്തെ കോവളത്ത് കോൺഗ്രസ് ജയിച്ചു. പിന്നീട് കോൺഗ്രസ് മണ്ഡലം കാണുകയാണെങ്കിൽ ഹരിപ്പാട് കുറച്ച് ഭാഗം തീരമുണ്ട്. പിന്നീട് മലപ്പുറത്ത് പോകണം. മലപ്പുറം കഴിഞ്ഞാൽ തീരദേശം മുഴുവൻ ജയിച്ചിട്ടുള്ളത് LDF ആണ്. തീരദേശത്തിന്റെ രാഷ്ട്രീയത്തിൽ വന്ന വലിയൊരു മാറ്റമാണ്. ഇടതുപക്ഷത്തിന്റെ സ്വാധീന കേന്ദ്രമല്ല തീരദേശം. പണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം നവോത്ഥാനത്തിന്റെ തുടർച്ചയായിട്ട് വന്ന പ്രസ്ഥാനം ആധുനിക കേരളത്തെ ഉണ്ടാക്കിയത് 3 പ്രസ്ഥാനങ്ങളാണ്. 1 നവോത്ഥാന പ്രസ്ഥാനം, 2 ദേശീയ പ്രസ്ഥാനം, 3 ദേശീയ പ്രസ്ഥാനത്തിനുള്ളിൽ വളർന്നു വന്ന തൊഴിലാളികളെയും കൃഷിക്കാരെയും ഇടതുപക്ഷ പ്രസ്ഥാനം. അപ്പം കേരളത്തിലെ ഇടതുപക്ഷം ഈ നവോത്ഥാന ധാരകളിൽ നിന്ന് വന്നതാണ്. എന്താ ദൗർഭാഗ്യവശാല് നമ്മുടെ തീരദേശം 19ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ വലിയ സാമൂഹ്യ ഉണർവിൽ പങ്കാളിയായിട്ട് വേണ്ടത്ര ഞാൻ പാട്ടിക്കാരനെയും അല്ലെങ്കിൽ വേലിക്കുട്ടികളെയും വിസ്മരിച്ചുകൊണ്ടല്ല പറയുന്നത്. തീരദേശം മൊത്തത്തിലെടുത്ത കേരളത്തിലാകെ അലടിച്ച ആ സാമൂഹ്യ ഉണർവ് കാണാൻ കഴിയില്ല. പല കാരണങ്ങളുണ്ട്. ഒന്ന്, തീരദേശത്ത് ഉണ്ടായിരുന്ന പോർച്ചുഗീസ് ആധിപത്യവും മാപ്പിള കലാപത്തിന് മലബാർ കലാപത്തിന് ശേഷം മുസ്ലിം സമുദായത്തിൽ ഉണ്ടായ ഉൾവലിവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും വേണ്ട ആ നിഷേധ മനോഭാവവും ഒക്കെ ചേർന്ന് രൂപപ്പെട്ടതാണ്. പോർച്ചുഗീസുകാരോട് വിരോധമായിട്ടല്ല, പോർച്ചുഗീസുകാർ വലിയ മാറ്റങ്ങളൊക്കെ കേരളത്തിൽ പോകുന്നു. എന്തെല്ലാം പുതിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പറങ്കിമാവും ഒക്കെ അവിടെ തന്നെ കൊണ്ടുവന്നതാണ്. പക്ഷേ പ്രോട്ടസ്റ്റന്റുകാരുടെ വിശ്വാസം ഇല്ലാത്തത് പ്രോട്ടസ്റ്റന്റ് വിഭാഗത്തിനിടയിൽ ബൈബിളാണ്. അതെല്ലാവരും പഠിക്കും. കത്തോലിക്കർക്കിടയിൽ ആ വാശി പണ്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എവിടെയൊക്കെ പ്രൊട്ടസ്റ്റന്റ് മതം വന്നിട്ടുണ്ടോ നമ്മുടെ
സായിപ്പുമാരുടെ മിഷണറീസ് അവർ ഭാഷ പഠിപ്പിക്കും, വിദ്യാഭ്യാസം പഠിപ്പിക്കും. അങ്ങനെയാണ് ആത്മീയ വിദ്യാഭ്യാസം വന്നത്. കേരളത്തിലെ പരമ്പരാഗത സുറിയാനി ക്രിസ്ത്യാനികൾ കുറച്ചു കഴിഞ്ഞപ്പോൾ അവരെക്കാൾ വാശിയിൽ അവരെക്കാൾ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇങ്ങനൊരു മാറ്റം ശക്തമായ പോർച്ചുഗീസ് പാരമ്പര്യമുള്ള തീരദേശത്ത് നടത്തി. അങ്ങനെ അവിടെ തുടങ്ങേണ്ട ഒരു ചരിത്രമാണത്. മുസ്ലിം സമുദായത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഹൈന്ദവ സമുദായത്തിൽ പണ്ഡിതർക്കും വലിയ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ ഇളക്കി മറിച്ചുള്ള ഒരു കാര്യമായിരുന്നു. ഇതുമൂലമുള്ള ദുർബലമായിരുന്നതാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. ഒരു മാറ്റം ആദ്യം വരുന്ന ആലപ്പുഴയാണ്. സൈമണാശൻ അവിടെ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി. ആ ട്രേഡ് യൂണിയൻ കഴിഞ്ഞപ്പോ അത് പുന്നപ്രവേല സമരത്തിലേക്ക് നയിച്ചു. പുന്നപ്രയായിരുന്നില്ലേ സമരത്തിന്റെ വിദ്യുത് കേന്ദ്രം. എന്നാൽ അത് പിന്നെ അങ്ങനെ തുറന്നില്ല. പിന്നെ 70-കളിലാണ് ഈ ആഗോളത്തിനെതിരായിട്ടുള്ള സമരങ്ങളും വിഭവ ശോഷണത്തിനെതിരായ സമരങ്ങളും ഒക്കെ വലിയ തൊഴിലാളി പ്രസ്ഥാന സമരങ്ങളൊക്കെ വന്നപ്പോൾ ക്രിസ്ത്യൻ പള്ളിയൊക്കെ എന്നെ പങ്കുവഹിച്ചിട്ടുണ്ട്. ഒരു മാറ്റം വരാറുണ്ട്. 50,000 കന്യന്മാരെ കൂട്ടിയാൽ വേണ്ടി ഒന്നുകിൽ ലോകത്തിന്റെ എവിടെയെങ്കിലും പഠിപ്പിക്കണവരായിരിക്കണം, അതല്ലെങ്കിൽ ലോകത്തിന്റെ എവിടെയെങ്കിലും പ്രൊഫഷണൽ ജോലിയിൽ ഏർപ്പെടുന്നവരായിരിക്കും. അവരുടെ മേഖലയിൽ വേണം. നമുക്ക് നോക്കാം. മലയാളികളുടെ അഭിമാനബോധമില്ലേ, അതുണ്ടാക്കാനാ പറയാം. അങ്ങ് അമേരിക്കയിൽ ജോലി ചെയ്യുമ്പോഴും താൻ പഠിച്ച കോളേജിലെ അല്ലെങ്കിൽ താൻ ജനിച്ച നാടിലെ ഒരു കുഞ്ഞിനെ അയാൾ മെന്ററായിട്ട് ആഴ്ചയിലൊരിക്കൽ ഓൺലൈനായിട്ട് കുട്ടി പഠിക്കുമ്പോൾ സൂമിൽ വിളിച്ച് വർത്താനം പറഞ്ഞ് മനസ്സിലാത്ത വല്ലതുണ്ടോ പറഞ്ഞു അങ്ങനത്തെ പോയി പഠിക്കാം. നടക്കാം. ഞാൻ മഹാരാജപുരത്തെ MLA 20 വർഷം. അപ്പൊ എനിക്ക് 11 ഓളേപ്പസിൽ നിന്ന് കുട്ടികളുടെ വീട്ടിൽ ഞാൻ പോകും. ചിലപ്പോ 5-6 മാസം കൊണ്ട് തീരുള്ളൂ. പക്ഷെ വീട്ടിൽ പോയി എന്റെ പുസ്തകം സമ്മാനം കൊടുക്കും. ചെറിയ കുടുംബയോഗം പോലെയാ. ബന്ധുക്കളൊക്കെ വേണ്ടി കൊച്ചിനെ കാണാൻ വേണ്ടി സമ്മാനിക്കരുതെന്ന് ഞാൻ പറയുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, ചേട്ടാ എന്റെ മണ്ഡലത്തിൽ 20% പേര് മത്സ്യത്തൊഴിലാളികളാണ്. 5-6 വീട്ടിലെ മത്സ്യത്തൊഴിലാളികളെ പറ്റി പോയിട്ട് വരുള്ളൂ. ഞാനപ്പോ അവരെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ തങ്ങൾ നിങ്ങളുടെ തലയിൽ കുറച്ച് ബുദ്ധി മതി, ബാക്കിയുള്ള തലയിൽ കുറച്ച് കൂടുതൽ ബുദ്ധി കൊടുക്കാൻ തീരുമാനിച്ചിട്ടാണ്. അപ്പൊ അവര് പറഞ്ഞു, എങ്ങനെ സാറാ വീട്ടിൽ പഠിക്കണമെന്ന് ടി വി. പിന്നെ അപ്പം കുറച്ച് പഠിച്ചവരെ അറിയായി. എൻ്റെ കൊച്ചനെ നിന്ന് പഠിക്കും, അല്ലെങ്കിൽ മോളെങ്കിൽ നിന്ന് പഠിക്കും. എന്ത് ചെയ്യുന്നറിയാം, അവിടുത്തെ ലൈബ്രറികളിലെല്ലാം 12 ലൈബ്രറികൾ തീരദേശത്ത് ഓരോ ഹോളുകളുണ്ട്. പഞ്ചായത്ത് കൊടുത്തു, ഷിപ്പ്യാർഡിന് പൈസ വിളിച്ചു കൊടുത്തു. അവിടെ 12 വിധം കമ്പ്യൂട്ടറുണ്ട്. കുട്ടികൾക്ക് അവിടെ വന്നിട്ട് പഠിക്കാം. തീരദേശത്തെ ചെറുപ്പക്കാരും മെന്റർമാരായിട്ടുണ്ട്. സംശയം ചോദിക്കാൻ ട്യൂഷനല്ല.
അവരെ കൂടി ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ നേവൽ ബേസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ വീട്ടിൽ കൊണ്ട് താമസിച്ചിട്ടുണ്ട്. വലിയ സംഘങ്ങളല്ലോ 600 പേരുണ്ടത്. ഫിഷിംഗ് സർവകലാശാലയെ കൊണ്ടുപോയിട്ടുണ്ട്. എന്തിനാ? ഈ ഇട്ടാവട്ടത്തിനപ്പുറം വലിയ ലോകമുണ്ടെന്ന് കുട്ടികൾ കാണണം. അപ്പുറം പഠിക്കാനുള്ള മോഹം പോയിട്ടുള്ളത്. 4 പേർക്കല്ലേ ഓർക്കേസ്ട്രപ്പെട്ടിരുന്നത്. 6 വർഷം മുമ്പ് ഞാൻ മാറിയപ്പോ 26 അതാണ് നമ്മൾ മത്സ്യം പിടിക്കാനുള്ള ചെലവും വരുമാനം കുറഞ്ഞു, വംശനാശം വരുന്നത്. അപ്പൊ തൊഴിലാളിക്ക് എന്ത് കിട്ടും? മത്സ്യക്കാരന് അവന്റെ വരുമാനം കുറയും. ഇതാണ് സംഭവിച്ചത്. അതിൽ തന്നെ ഇടത്തെട്ടുകാരൻ പണ്ട് തരകനായിരുന്നു. തരകനെന്നുമെല്ലാം ഭയങ്കര കച്ചവടക്കാരിലെ പാത്രത്തിലുള്ളത്. ഇവിടെ നിന്ന് വീട്ടിലെ നീ ഫ്ലൈറ്റ് കയറ്റി പൂനെ കൊണ്ടേ വെട്ടിക്കൊടുക്കുന്നത്, ഡൽഹി കൊണ്ടേ വെട്ടിക്കൊടുക്കുന്നത്. അത് നമ്മുടെ ഇവിടുത്തെ മുൻപത്തൊന്നും തുടങ്ങി. ചെറിയ ലാഭം അവിടെ വരെ നീ കൊണ്ട് വിറ്റിട്ട് നല്ല ചെറിയ ലാഭമൊന്നുമല്ല. ഇതും കൂടി ചേർന്നപ്പോ പിന്നെ ഈ ബോട്ടിന്റെ ഉടമസ്ഥന്മാര് നിരം മത്സ്യത്തൊഴിലാളികളുടെ വള്ളവും കാര്യങ്ങളും. ബോട്ടായതോടുകൂടി മത്സ്യത്തിൽ ബന്ധമില്ലാത്ത പണം മുടക്കാൻ തീരുന്നവർക്ക് കിട്ടും. അപ്പോ അവരുടെ വരവോടുകൂടി മത്സ്യത്തൊഴിലാളി കിട്ടുന്നുള്ളതെന്ന് പറഞ്ഞു. ഇതാണ് പ്രശ്നം. ഈ പ്രതിസന്ധിയെ എങ്ങനെ നേരിടണം? നമ്മൾ പറയുന്ന ഉത്തരം നടപ്പാക്കാൻ വലിയ പ്രയാസം. ശർമ്മ മന്ത്രിയായിരുന്നപ്പോഴല്ലേ VS സർക്കാരിലെ നമ്മുടെ നോർവേ പറഞ്ഞു വിട്ടത്? അത് എങ്ങനെ ഇതിന് പ്രതിവിധി? ഈ കഴുത്തറപ്പൻ മത്സരം പണിയെടുക്കുന്നവർ തമ്മിൽ പുറത്തുനിന്ന് ആളുകൾ കയറി ഇങ്ങനെ കയ്യേറ്റം ചെയ്ത് കോരിക്കൊണ്ടുപോകുന്നതിന് ഇതിനൊക്കെ പ്രതിവിധിയുണ്ട്. ആ പ്രതിവിധിക്ക് ഒരു നിയമം ഉണ്ടാക്കിയത് ശർമ്മ മന്ത്രിയാക്കിയപ്പോഴാണ്. നിയമം പാസ്സായൊന്നുമില്ല, ഉണ്ടാക്കിയപ്പോഴത്തെ സർക്കാരിന്റെ കാലങ്ങളിൽ. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നറിയില്ല. എന്താ മുദ്രാവാക്യെന്നറിയാമോ? കടലിന്റെ മക്കൾക്ക്. കേരളത്തിൽ നമ്മൾ മുദ്രാവാക്യം ഉയർത്തി കൃഷിഭൂമി കൃഷിക്കാരൻ. അതുപോലെ കടലിന് നമ്മൾ ഇടതുപക്ഷം ഉയർത്തിയ മുദ്രാവാക്യമാണ് കടലിന്റെ മക്കൾക്ക്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇത് ചുരുക്കം എന്താ? ഇത് ചുരുക്കം വള്ളവും വലിയ കാര്യങ്ങളും ഒക്കെ ഉടമസ്ഥ മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമേ. ഇപ്പൊ ബാക്കിയുള്ളവർക്ക് ആണെങ്കിലോ വലിയ ബോട്ടുള്ള ആളുകൾ ആയിക്കോട്ടെ, 5 വർഷത്തിനുള്ളിൽ ഈ പണി അവസാനിപ്പിച്ച് പോയി. പുറത്തെ വള്ളം വന്ന ബോട്ട് ഉപയോഗിച്ചോ, തീർന്നു. അത് കഴിഞ്ഞ മത്സ്യത്തൊഴിലാളി കൊടുത്തോളൂ. പുള്ളി വള്ളങ്ങൾക്ക് ഒക്കെ കൊടുക്കുള്ളൂ. ഇപ്പൊ മത്സ്യത്തൊഴിലാളിയാ മീൻ പിടിക്കാൻ പോകുന്നത്, വേറെ ആൾക്ക് മീൻ പിടിക്കാൻ അവകാശം. ഇതാണ് ഒന്നാമത്. മീൻ പിടിച്ചാലോ ആദ്യ വിൽപ്പനാവകാശം മത്സ്യത്തൊഴിലാളിക്ക് തരകനല്ല. അതിനാൽ ക്ഷേമസംഘങ്ങൾ ഇപ്പൊ കടലാരുടേതാണ്, കടലിന്റെ മക്കളുടെ. പക്ഷെ നിയമപരമായിട്ട് കോടതി പറഞ്ഞാൽ സർക്കാരിന് കോടതിക്കെതിരായിട്ട് പോകാൻ പറ്റുള്ളൂ. കോടതിയിൽ ഇതുപോലെ ഭൂമിയാണെന്ന് പറഞ്ഞത്. അപ്പോ അത് നിയമപരമായിട്ട് തന്നെ ഉത്തരം കാണണം. അതിന് കമ്മീഷൻ വെച്ചിരിക്കുന്നു, കമ്മീഷന് തീർപ്പുണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിലപാടെടുക്കും. എന്ത് നിൽപ്പായാലും നിയമപരമായ ശക്തായാലും ഒരാളെ അവിടെ നിന്ന് കുടിയിറക്കത്തില്ല.
സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തീരദേശത്തെ ജനസമൂഹം അഭിമുഖീകരിക്കേണ്ടി വരുന്ന അതിഗൗരവമേറിയ സാഹചര്യങ്ങളിലൂടെ ചരിത്രപരമായ വിഷയങ്ങളിലൂടെ നേരിട്ട് തിരഞ്ഞെടുക്കുന്നതിനുള്ള ചിന്ത ഉത്പാദിപ്പിച്ചു ഈ സിനിമ സമ്പന്നമാക്കുന്നത് മാതൃകാപരമായി പ്രവർത്തിച്ച പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചരിത്രത്തിന്റെ സത്യാന്വേഷണ ശരിയെ കണ്ടെത്തുമ്പോഴാണ് ജനങ്ങളുടെ വിശ്വസ്തത വർദ്ധിക്കുകയും വികസിക്കുകയും ചെയ്യുന്നത്. തീരദേശത്തിലെ ജനസമൂഹത്തിന്റെ ഇടയിൽ ഉള്ള രാഷ്ട്രീയ പ്രക്രിയ വളർന്നു വരുമ്പോൾ ആ തീരദേശത്തെ ജനങ്ങൾക്കിടയിൽ ജീവിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് ജനങ്ങൾ ആ ഉത്തരവാദിത്തം മാതൃകയോടെ ഏറ്റെടുക്കും എന്ന് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ ചെറിയ പ്രശ്നമില്ല. നമ്മുടെ കടലോരത്ത് മറ്റു രൂപത്തിൽ പറഞ്ഞാൽ വിനോദസഞ്ചാരം വൻകിട കെട്ടിടങ്ങൾ പണിയെ കടലോരത്ത് അതിനെല്ലാം അനുവാദമുണ്ട്. ഈ ഉപയോഗമനുസരിച്ച് വൻകിട കുത്തകൾക്ക് കടലോരത്ത് കെട്ടിടം പണിയാണ്. എക്കോളജിക്കൽ പ്രതിലാൻസ് പാരിസ്ഥിതികമായ ദുർബല പ്രദേശം ആയി കണക്കാക്കുന്ന കടലോരത്ത് കെട്ടിടങ്ങൾ പണിതാൽ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും, പാരിസ്ഥിതികമായിട്ടുള്ള തകർച്ച ഉണ്ടാവും. മാത്രമല്ല ബ്ലൂ എക്കണോമിയുടെ ആത്യന്തികമായ റിസൾട്ട് കെട്ടിട നിർമ്മാണത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും സീറോസിന്റെ ഒക്കെ ഭാഗമായി വരുന്ന പ്രശ്നങ്ങളുടെ എല്ലാം ഫലമായി കടലാക്രമണം കേരളത്തിലും ഇന്ത്യയിലും ശക്തിപ്പെടാൻ പോവുകയാണ്. ഈ സ്ഥിതിവിശേഷത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിന്റെ പ്രത്യേകത ഈ പ്രത്യാഘാതത്തിന്റെ ഫലമായി കടലോരം ഫിഷർമാൻ ശ്മശാന ഭൂമിയായി മാറും. കൂടുതൽ കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എന്താണ് ബ്ലൂ ഇക്കോണമി എന്നതിനെ കുറിച്ചുള്ള ഒരു കുറിപ്പ് സർക്കുലേഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് വായിച്ചു നോക്കണം എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭ്യർത്ഥന. കഴിഞ്ഞ 30 വർഷം ആയി തീരദേശ പരിപാലന നിയമത്തിൻ്റെ കരാളവസ്ഥയിൽപ്പെട്ടുഴലുന്ന മത്സ്യത്തൊഴിലാളിക്ക് കഴിഞ്ഞൊരു വ്യാഴവട്ടക്കാലമായി അവസരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ബ്ലൂ ഇക്കോണമി എന്നത്. ബ്ലൂ ഇക്കോണമി എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ എന്താണ് അർത്ഥം പറയുന്നത് എനിക്കറിയില്ല. പലർക്കും പലതാണ് ബ്ലൂ ഇക്കോണമി. സമുദ്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന ഒരു സംവിധാനം. കുണ്ടൻപോളി എന്ന ബെൽജിയംകാരൻ്റെ ശിരസിലുദിച്ച ഒരാശയമാണ് ബ്ലൂ ഇക്കോണമി. അപ്പോൾ അതൊരു ബിസിനസ് മോഡലായിട്ടാണ് അദ്ദേഹം കണ്ടത്. പരിസരത്തുള്ള വസ്തുവകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശാസ്ത്രത്തിൻ്റെയും ഇന്നോവേഷൻ പുതിയ സാങ്കേതിക വിദ്യകളുടെയും സുസ്ഥിര വികസനത്തിൻ്റെയും ബന്ധാവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഏറ്റവും ഭംഗിയായി ജീവിക്കാൻ പര്യാപ്തമായ സാഹചര്യം എടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമായത്.
ഇത് ഒരു പുസ്തകം അദ്ദേഹം എഴുതി 2010 എഴുതിയ പുസ്തകത്തിൻ്റെ പേര് 10 years 100 innovations 100 million jobs. 10 years 100 innovations 100 million jobs എന്ന് പറഞ്ഞാൽ എല്ലാവരും ഏറ്റവും അടിസ്ഥാനപരമായി 10 വർഷത്തിനുള്ളിൽ നൂതന സാങ്കേതികവിദ്യകളുടെ പ്രയോഗം കൊണ്ട് ദശലക്ഷക്കണക്കിന് തൊഴിലുണ്ടാക്കുന്ന ഒരു മാസ്മരിക വിദ്യയാണ് അദ്ദേഹം വിഭാവന ചെയ്തത്. ഈ കാര്യം UN ജനറൽ അസംബ്ലി അംഗരാഷ്ട്രങ്ങളോട് ആവശ്യപ്പെടുകയും തദനുസരണമുള്ള വികസന സങ്കല്പം യാഥാർത്ഥ്യമാക്കാനും ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. സംഗതി നടന്നില്ലെങ്കിൽ പോലും ഇപ്പോൾ തന്നെ ആശങ്കാകുലരായി കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഊണും ഉറക്കവുമില്ലാതെ ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം ഈ ബ്ലൂ ഇക്കോണമി വന്നാൽ ഉണ്ടായേക്കാവുന്ന നാശം സർവനാശം. ഇവിടെ മത്സ്യത്തിൻ്റെയും അക്വാകൾച്ചറിൻ്റെയും സ്ഥാനം വളരെ പരിമിതമായിട്ടാണ് കൊടുത്തിട്ടുള്ളതെങ്കിലും മീൻ വളരണമെങ്കിൽ അതിനുള്ള പശ്ചാത്തലം അത്യാവശ്യമാണ്. ഒത്തുമേ ജീവിച്ചിരിക്കലും എന്ന് കവി പറഞ്ഞതുപോലുള്ള സാഹചര്യത്തിൽ വഴുതി വീഴും. അപ്പോൾ ആ വക സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് കൂട്ടായി ചിന്തിക്കണം. ആ കാര്യത്തിൽ ഈ നിത്യം വെള്ളം കയറുന്ന സാഹചര്യം ചൂണ്ടിക്കാണിക്കരുത്. ഇപ്പം നിങ്ങളുടെ വീട്ടിലും പറമ്പിലും നമ്മൾ നടന്നോള വഴിയിലൊക്കെ നമ്മൾ തെങ്ങും മറ്റു വൃക്ഷങ്ങളും കാണാൻ കഴിയും. പണ്ട് നമ്മുടെ ചെറുപ്പകാലത്തെ തുമ്പ കൊണ്ട് 1.5 അടി കുഴിച്ചാൽ മാത്രമുള്ള പൊറ്റ കണ്ടുണ്ട്, തെങ്ങിൻ്റെ പൊറ്റ. ഇപ്പോൾ തെങ്ങിൻ്റെ പൊറ്റ 1.5 അടി മുകളിലാണ് നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മുടെ 1.5 അടി തുടങ്ങി 2 അടി വരെയുള്ള മണ്ണ് ഒലിച്ച് വെമ്പനാട് കായലിൽ വീണെടുക്കും. വെമ്പനാട് കായലിൽ വീണെടുക്കും. അപ്പോൾ വെമ്പനാട് കായലിൽ വീണ ഈ മണ്ണ് അവിടുന്ന് ഖനനം ചെയ്തെടുത്ത് അത് ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലങ്ങളിൽ വിനിയോഗിച്ചുകൊണ്ട് ഈ സ്ഥലത്ത് പൊക്കുകയും കടലുമായി സമ്പർക്കപ്പെടാൻ പര്യാപ്തമായ വിധത്തിൽ കൊച്ചി അഴിമുഖത്തെ കൂട്ടിയടക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇക്കാര്യം